പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന സ്ത്രീത്വങ്ങളിൽ ഒരുവളായിരുന്നു ശീലാവതി. ധാർമ്മികത, സത്യം എന്നിവയുടെ പ്രതീകമായ അവളുടെ ജീവിതമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ധർമ്മം പാലിക്കുന്നവരുടെ കഥകൾ കാലത്തിനപ്പുറം നിലനിൽക്കും. ഭർത്താവിനോടുള്ള അഗാധമായ സ്നേഹവും ഭക്തിയും കൊണ്ട് പ്രശസ്തയായ ശീലാവതി തന്റെ ജീവിതം മുഴുവൻ സമയവും ധർമ്മത്തെ സംരക്ഷിച്ചു. നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് എന്റെ ഏക മോഹം. അവളുടെ ജീവിതം ഭർത്താവിനോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തിയിലും ഇക്കാര്യങ്ങൾ പ്രകടമായിരുന്നു. ശീലാവതി, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം ദേവന്മാർ ശീലാവതിയുടെ ഭക്തിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്ത് സംഭവിച്ചാലും എന്റെ ധർമ്മം ഞാൻ വിട്ടുകൊടുക്കില്ല. മഹർഷിമാർ അവളുടെ ധാർമ്മികതയെ വെല്ലുവിളിച്ചു. അവൾക്ക് തന്റെ വിശ്വാസം തെളിയിക്കേണ്ട സാഹചര്യം വന്നു ചേർന്നു. ശീലാവതി, നിന്റെ ഭർത്താവ് അധർമ്മത്തിലേക്ക് വഴുതിയാലും നീ അദ്ദേഹത്തെ പിന്തുടരുമോ? ദേവന്മാരുടെ പരീക്ഷണം ആരംഭിച്ചു. പ്രകൃതി തന്നെ ഭയാനകമായ സൂചനകൾ നൽകി. പ്രളയം വന്നാലും എന്റെ വിശ്വാസം തകർന്നു പോകില്ല. അവളുടെ ഹൃദയത്തിലെ ശക്തി ധാർമ്മികതയുടെ പ്രകാശമായി പരന്നു. ധർമ്മത്തിന്റെ ജ്വാല എന്റെ ഉള്ളിലാണ്. അവളുടെ വഴിയിൽ പ്രളയനദി. അത് കടക്കാതെ മുന്നോട്ടു പോകാനാവില്ല. ഈ തിരമാലകളും എനിക്ക് തടസ്സമല്ല. ധർമ്മം എന്നെ സംരക്ഷിക്കും. അടുത്തത് അഗ്നിപഥം. അഗ്നിയുടെ മധ്യത്തിലൂടെ കടക്കണം. അഗ്നിയും എന്റെ സത്യത്തിന് മുന്നിൽ തലകുനിക്കും. ഇനി ഇരുട്ടിന്റെ മല. ദേവന്മാരുടെ ഭയാനകമായ പരീക്ഷയായിരുന്നു അത്. ഇരുട്ടെത്ര കനത്താലും എന്റെ ആത്മാവിന്റെ പ്രകാശം മങ്ങുകയില്ല. പിന്നീട് ദേവകന്യകൾ അവളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. മോഹത്തിന്റെയും മായയുടെ ലോകം എന്റെ ധർമ്മത്തെ തൊടില്ല. ദിവ്യന്യായാസനം. അതായിരുന്നു ദേവന്മാർ ശീലാവതിക്ക് നൽകിയ അവസാനത്തെ പരീക്ഷ. ശീലാവതി, നീ എല്ലാ പരീക്ഷകളിലും വിജയിച്ചിരിക്കുന്നു. നിന്നിലൂടെ ധർമ്മം ലോകത്തിന് പ്രതീക്ഷ നൽകുന്നു. ശീലാവതിക്കു നേരെയുള്ള പരീക്ഷണങ്ങളിൽ അവൾ വിജയിച്ചു. ഇത്ര ഭക്തിയുള്ളവർ ഭൂമിയിലുണ്ടോ? ദേവന്മാർ വിസ്മയിച്ചു. ഇന്ദ്രൻ ഭക്ത്യാദരവുകളോടെ ശീലാവതിയെ വണങ്ങി. ഭൂമിയിൽ അപൂർവമായ ഒരു മഹത്തായ ആത്മാവാണ് ശീലാവതി. വരുണൻ അമൃതത്തുള്ളികൾ തളിച്ച് അവളുടെ ശുദ്ധിയെ പ്രഖ്യാപിച്ചു. ഭക്തിയിൽ നിങ്ങൾ അജയ്യനാണ്. അമൃത് പോലെയുള്ള പരിശുദ്ധി നിങ്ങൾക്കുള്ളിൽ തിളങ്ങുന്നു. ദേവകളുടെ അംഗീകാരത്തോടെ ശീലാവതിയുടെ ദിവ്യരൂപം ആകാശത്ത് തെളിഞ്ഞു. ഭക്തിയുടെ ദേവിയായി നീ തെളിഞ്ഞിരിക്കുന്നു. ഭൂമി മുതൽ സ്വർഗം വരെ മുഴങ്ങി അവളുടെ മഹത്വം. ശീലാവതി മഹാത്മാവ്, ഭക്തിയുടെ പ്രതീകം. ദേവന്മാർ അംഗീകരിച്ച ശീലാവതി അനശ്വരമായ ഭക്തിയുടെ പ്രതീകമായി എന്നും തെളിഞ്ഞു നിൽക്കുന്നു.
ശീലാവതി, ദിവ്യഭക്തിയുടെ ദീപ്തി. ആ കുട്ടി ജീവിച്ചാൽ എന്റെ സാമ്രാജ്യം നശിക്കും. അതുണ്ടാകാൻ പാടില്ല. അവനെ കൊല്ലണം.